ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LP-UP എക്സാം എടുത്തു കഴിഞ്ഞു. എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നവോത്ഥാനത്തിൻ്റെ ഏരിയയാണ് കവർ ചെയ്യുന്നത്. ഇനി കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന നവോത്ഥാന നായകനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. കേരള കത്തോലിക്ക സഭയിൽ വ്യാപകമായ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനായിരുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരള കത്തോലിക്ക സഭയിൽ വ്യാപകമായ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനായിരുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അദ്ദേഹത്തെ ചാവറയച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. കാലത്തിന് മുമ്പേ നടന്ന നവോത്ഥാന നായകൻ എന്ന വിശേഷണമുള്ളത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയ്ക്കാണ്. കാലത്തിന് മുമ്പേ നടന്ന നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയെയാണ്. കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്നതും കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അപ്പോൾ കേരള കത്തോലിക്ക സഭയിൽ വ്യാപകമായ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനായിരുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അദ്ദേഹത്തെ ചാവറയച്ചൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. കാലത്തിന് മുമ്പേ നടന്ന നവോത്ഥാന നായകൻ എന്ന വിശേഷണമുള്ളത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയ്ക്കാണ്. കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നത് അദ്ദേഹത്തെയാണ്. അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 1846 കത്തോലിക്ക സഭയുടെ ആദ്യത്തെ സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ചു. കോട്ടയം, എറണാകുളം എന്നിവിടങ്ങളിലായിരുന്നു ഈ സംസ്കൃത സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടത്. കോട്ടയത്ത് മാന്നാനം എന്ന സ്ഥലത്തും എറണാകുളത്ത് കൂനന്മാവ് എന്ന സ്ഥലത്തുമായിരുന്നു സംസ്കൃത സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടത്. 1846 ചാവറയച്ചൻ്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയുടെ ആദ്യത്തെ സംസ്കൃത സ്കൂളുകളിൽ കോട്ടയത്ത് മാന്നാനം എന്ന സ്ഥലത്തും എറണാകുളത്ത് കൂനമാവ് എന്ന സ്ഥലത്തും സ്ഥാപിക്കപ്പെട്ടു. കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? UP സ്കൂൾ അസിസ്റ്റൻ്റ് എക്സാം, അതായത് NCയുടെ UP സ്കൂൾ അസിസ്റ്റൻ്റ് എക്സാം 2016 ചോദിച്ച ചോദ്യമാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ നേതൃത്വത്തിലായിരുന്നു. മാന്നാനത്ത് ഒരു സംസ്കൃത വിദ്യാലയം 1846 സ്ഥാപിച്ചുകൊണ്ടാണ് ചാവറയച്ചൻ നവോത്ഥാനം ആരംഭിച്ചത്. 1846 മാന്നാനത്ത് ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം നവോത്ഥാനം ആരംഭിച്ചത്. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നതും അദ്ദേഹമായിരുന്നു. പള്ളിക്ക് അനുബന്ധമായിക്കൊണ്ടൊരു പള്ളിക്കൂടം എന്നൊരു സമ്പ്രദായം ആദ്യമായിട്ട് കൊണ്ടുവന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അദ്ദേഹത്തെ 1986 ഫെബ്രുവരി 8 വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടു. 1986 ഫെബ്രുവരി 8 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ജോൺ പോൾ II മാർപ്പാപ്പയായിരുന്നു. 1986 ഫെബ്രുവരി 8 ജോൺ പോൾ II മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം 2014 നവംബർ 23 2014 നവംബർ 23 ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. ഈ ഒരു ഭാഗത്ത് നിന്ന് നിരന്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. 2014 നവംബർ 23 ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 986 ഫെബ്രുവരി 8 ജോൺ പോൾ II മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. അദ്ദേഹം ജനിച്ച സ്ഥലം കൈനക്കരി, ആലപ്പുഴ ജില്ലയിലെ കൈനക്കരി എന്ന സ്ഥലത്ത് 1805 കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ കൈനക്കരി എന്ന സ്ഥലത്ത് 1805 കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിക്കുന്നത്. CMI, അതായത് കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന സഭ സ്ഥാപിച്ചത് 1831 കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. CMI എന്ന സഭ സ്ഥാപിച്ചത്, അതായത് കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന സഭ 1831 സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയായിരുന്നു. സെൻറ്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ജ്ഞാനപീയൂഷം. സെൻറ്റ് ജോസഫ് പ്രസ്സിൽ, അതായത് അദ്ദേഹം മാന്നാനത്ത് സ്ഥാപിച്ച പ്രസ്സായിട്ടുള്ള സെൻറ്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ജ്ഞാനപീയൂഷം എന്നുള്ളത്. അപ്പോൾ സെൻറ്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അദ്ദേഹം
ആ ഒരു പ്രസ്സിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. അയിത്തജാതിക്കാർക്ക് വേണ്ടി രാത്രികാല സ്കൂൾ ആരംഭിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ശിവഗിരിയിൽ അയിത്തജാതിക്കാർക്ക് വേണ്ടി രാത്രികാല സ്കൂൾ സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു ആണെങ്കിൽ സംസ്കൃത വിദ്യാലയം ആദ്യമായി സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. വേലുക്കുട്ടി അരയനാണ് സ്കൂൾ സ്ഥാപിച്ചത്. വേലുക്കുട്ടി അരയൻ സ്ഥാപിച്ച സ്കൂൾ എവിടെയാണ്? ചെറിയഴിക്കലാണ്. അരയ സമുദായത്തിലെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് ഡോക്ടർ വേലുക്കുട്ടി അരയൻ സ്കൂൾ സ്ഥാപിച്ച വർഷം 1936 ചെറിയഴിക്കൽ എന്ന സ്ഥലത്ത്. അരയ സമുദായത്തിലെ കുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി സ്കൂൾ സ്ഥാപിച്ചത് 1936 ചെറിയഴിക്കൽ എന്ന സ്ഥലത്ത് വേലുക്കുട്ടി അരയനാണ് സ്ഥാപിച്ചത്. അയിത്തജാതിക്കാർക്ക് വേണ്ടി രാത്രികാല സ്കൂൾ ആരംഭിച്ചത് ശ്രീനാരായണ ഗുരു ശിവഗിരിയിലാണ് സ്ഥാപിച്ചത്. കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന സഭ 1831 സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഇത്രയും കാര്യങ്ങളാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അയ്യങ്കാളിയെക്കുറിച്ച് നോക്കാം. സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹിക നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസമെന്ന് തിരിച്ചറിഞ്ഞ നവോത്ഥാന നായകനായിരുന്നു അയ്യങ്കാളി. സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹിക നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസമെന്ന് തിരിച്ചറിഞ്ഞ നവോത്ഥാന നായകനായിരുന്നു അയ്യങ്കാളി. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. ഇത് UP സ്കൂൾ അസിസ്റ്റന്റ് ടീച്ചർ 2020 ചോദിച്ച ക്വസ്റ്റ്യനാണ്. താഴ്ന്ന വിഭാഗക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാര്? അയ്യങ്കാളിയാണ്. സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹിക നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസമെന്ന് തിരിച്ചറിഞ്ഞ നവോത്ഥാന നായകനായിരുന്നു അയ്യങ്കാളി. അതുപോലെ പുലയരാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിയാണ്. പുലയരാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളി. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി, ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന അയ്യങ്കാളിയെ അഭിപ്രായപ്പെട്ടത് EK നായനാരായിരുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണെന്ന് അഭിപ്രായപ്പെട്ടത് EK നായനാരാണ്. പുലയരാജ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന അയ്യങ്കാളിയെ എന്ന് വിശേഷിപ്പിച്ചത് EK നായനാരാണ്. ആധുനിക ദളിതരുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് P. സനൽമോഹൻ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് P. സനൽമോഹൻ. കേരള സ്പാർട്ടക്കസ് എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അപ്പോൾ അയ്യങ്കാളിയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ പുലയരാജ, പുലയരുടെ രാജാവ്, ഇന്ത്യയുടെ മഹാനായ പുത്രൻ, ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ്, കേരള സ്പാർട്ടക്കസ്, ആധുനിക ദളിതരുടെ പിതാവ്, ആളിക്കത്തിയ തീപ്പൊരി, ഈ പേരുകളൊക്കെ അറിയപ്പെടുന്നത് അയ്യങ്കാളിയെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞത് EK നായനാരാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് P. സനൽമോഹൻ എന്ന ചരിത്രകാരനാണ്. കേരള സ്പാർട്ടക്കസ് എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നു. ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നതും അദ്ദേഹമാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നതും അയ്യങ്കാളിയാണ്. പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. വെങ്ങാനൂരിൽ 1905 കുടിപ്പള്ളിക്കൂടം വെങ്ങാനൂരിൽ സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അതായത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂള് കുടിപ്പള്ളിക്കൂടം 1905 വെങ്ങാനൂരിൽ സ്ഥാപിച്ചു. അധകൃത വിഭാഗത്തിന് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ വിദ്യാലയമായിരുന്നു
1905 സ്ഥാപിക്കപ്പെട്ട കുടിപ്പള്ളിക്കൂടം. ആധുനിക ദളിതരുടെ പിതാവെന്നറിയപ്പെടുന്നു. ആളിക്കത്ത് തീപ്പൊരി എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്നറിയപ്പെടുന്നു. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നറിയപ്പെടുന്നു. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം. എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം 1911 ഡിസംബർ 5-നാണ്. 1911 ഡിസംബർ 5-ന് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. 90-ാം ആണ്ട് ലഹള നടന്ന വർഷം 1915-ലാണ്. 90-ാം ആണ്ട് ലഹള നടന്ന വർഷം 1915-ലാണ്. ഇനി അയ്യങ്കാളിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ്: വില്ലുവണ്ടി സമരം, നെടുമങ്ങാട് ലഹള, 90-ാം ആണ്ട് ലഹള, കല്ലുമാല സമരം, കർഷക സമരം, ഇതൊക്കെ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് അയ്യങ്കാളിയുടെ കർഷക സമരത്തെക്കുറിച്ച് നോക്കാം. 1909-ലാണ് കർഷക സമരം. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക സമരമായിരുന്നു ഇത്. 1909 അയിത്തജാതി കുട്ടികളെ ഉയർന്ന സമുദായത്തിലെ കുട്ടികൾക്കൊപ്പം ഇരുത്തി പഠിപ്പിക്കാനാവില്ല എന്ന അധികൃതരുടെ നിലപാടിനെതിരെ നടന്ന സമരമായിരുന്നു അയ്യങ്കാളിയുടെ കർഷക സമരം. 1909 സമരം. അയിത്തജാതിക്കാരായ കുട്ടികളെ ഉയർന്ന സമുദായത്തിലെ കുട്ടികൾക്കൊപ്പം ഇരുന്ന് പഠിപ്പിക്കാനാവില്ല എന്ന അധികൃതരുടെ നിലപാടിനെതിരെയുള്ള സമരമായിരുന്നു ഇത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും, അതായത് ഞങ്ങൾ പണിയെടുക്കില്ല എന്ന മുദ്രാവാക്യവുമായിട്ടായിരുന്നു ജന്മിമാർക്കെതിരെ അവർ കലാപം നടത്തിയത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ കർഷക സമരങ്ങളിലൊന്നാണ് അയ്യങ്കാളി നയിച്ച കർഷക കലാപം. 1909-ലാണ് അയ്യങ്കാളിയുടെ കർഷക കലാപം. ഇതിൻ്റെ കാരണം, അതായത് അയിത്തജാതിക്കാരായ കുട്ടികളുടെ കൂടെ ഇരുന്ന് അഭ്യസിക്കാൻ താഴ്ന്ന ജാതിക്കാരെ അനുവദിക്കാതിരുന്ന നിലപാടിനെതിരെയുള്ള സമരമായിരുന്നു. ഇനി വില്ലുവണ്ടി സമരം നടന്നത് 1893-ലാണ്. അതായത് പൊതുനിരത്തിൽ കൂടി താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ അവകാശം നിഷേധിച്ചിരുന്ന സമ്പ്രദായത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അയ്യങ്കാളി നടത്തിയ സമരമായിരുന്നു വില്ലുവണ്ടി സമരം. അക്കാലത്ത് മേൽജാതിക്കാർക്ക് മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ, പൊതുനിരത്തിലൂടെ പോകാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിനെതിരെ വില്ലുവണ്ടി സമരം നടത്തിയത് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ കാളവണ്ടിയിൽ സഞ്ചരിച്ചുകൊണ്ട് അതിനെതിരെ സമരം നടത്തി. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ എന്ത് ചെയ്തു? കാളവണ്ടിയിൽ സഞ്ചരിച്ചുകൊണ്ട് ഇതിനെതിരെ സമരം നടത്തി. പിന്നെ വരുന്നതാണ് ഏത്? നെടുമങ്ങാട് ചന്തലഹള. നെടുമങ്ങാട് ചന്തലഹള നടന്നത് 1912-ലാണ്. ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയായിരുന്നു. അതായത് അയിത്തജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചിരുന്നതിനെതിരെയായിരുന്നു സമരം നടത്തിയിരുന്നത്. ഈ ലഹളയോടുകൂടി നെടുമങ്ങാട് ചന്തയിൽ അധസ്ഥിത വിഭാഗക്കാർക്കും കടന്നു ചെല്ലാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. ഇനി വരുന്നത് 90-ാം ആണ്ട് ലഹളയാണ്. 1915-ലാണ് ഈ 90-ാം ആണ്ട് ലഹള നടന്നത്. 90-ാം ആണ്ട് ലഹള പുലയ ലഹള അഥവാ ഊരൂട്ടമ്പലം സമരത്തിന് നേതൃത്വം നൽകിയ മഹാൻ അയ്യങ്കാളിയാണ്. ഈ 90-ാം ആണ്ട് ലഹളയുടെ മറ്റൊരു പേരാണ് പുലയ ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് തിരുവനന്തപുരം ഊരൂട്ടമ്പലം ഗ്രാമത്തിൽ അയ്യങ്കാളി പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്നപ്പോൾ സവർണ ജാതിക്കാർ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് ഇത് 90-ാം ആണ്ട് ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. തിരുവനന്തപുരത്ത് ഊരൂട്ടമ്പലം ഗ്രാമത്തിൽ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ കൊണ്ടുവന്നപ്പോൾ സവർണ ജാതിക്കാർ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചു. ഇതിനെതിരെ നടന്ന കലാപമായതുകൊണ്ടാണ് ഇതിനെ ഊരൂട്ടമ്പലം ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. പുലയ ലഹള എന്നറിയപ്പെടുന്നു. 90-ാം ആണ്ട് ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നു. 1915-ലാണ് ഈ ലഹള നടന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് രാത്രി തന്നെ സ്കൂൾ കത്തിക്കുകയും ചെയ്തു. അതാണ് ലഹളയിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട കാരണം. അടുത്തത് വരുന്നത് കല്ലുമാല സമരമാണ്. പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് വസ്ത്ര ആഭരണങ്ങൾ ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭം ആയിരുന്നു കല്ലുമാല പ്രക്ഷോഭം. 1915-ലാണ് കല്ലുമാല ലഹള നടന്നത്. പെരിനാട് ലഹള എന്ന പേരിൽ ഇതിനറിയപ്പെടുന്നു. അതായത് കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന സ്ഥലത്താണ് ഈ കല്ലുമാല കലാപം നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ പെരിനാട് ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് അയ്യങ്കാളിയാണ്. UP സ്കൂൾ അസിസ്റ്റൻ്റ്. 2016-ൻ്റെ ക്വസ്റ്റ്യനാണിത്.
സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടനയാണ് SNDP. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടനയാണ് SNDP. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിലെ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹിക പ്രസ്ഥാനമായിരുന്നു സാധുജന പരിപാലന സംഘം. ഈ സാധുജന പരിപാലന സംഘം സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമായിരുന്നു? 1907. നമ്മൾ മുമ്പ് പഠിച്ചതാണ്. സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലിയ മഹാസഭ എന്നാക്കിയത് 1938 സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലിയ മഹാസഭ എന്നാക്കിയത് 1938. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലിനിയാണ്. അതായത് ഈ സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായ സാധുജന പരിപാലിനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം. സാധുജന പരിപാലനയുടെ മുഖ്യ പത്രാധിപരാണ് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. സാധുജന പരിപാലനയുടെ മുഖ്യ പത്രാധിപരാണ് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. സാധുജന പരിപാലനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിലാണ് സാധുജന പരിപാലനി പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അയ്യങ്കാളിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് നോക്കാം. 1905 വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സ്വദേശാഭിമാനി. അപ്പോൾ എൻ്റെ പത്രാധിപരെ കൂടാതെ ഈ ഒരു ക്വസ്റ്റ്യൻ സ്വദേശാഭിമാനിയെക്കുറിച്ച് 1905 വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സ്വദേശാഭിമാനി. ഇത് LP സ്കൂൾ അസിസ്റ്റൻറ്റിന് 2017 ചോദിച്ച ചോദ്യമാണ്. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത്? ഇങ്ങനൊരു ചോദ്യം ഉണ്ടായിരുന്നു. സ്വദേശാഭിമാനി പ്രതിവാര പത്രം ആരംഭിച്ചു. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹിക പരിഷ്കർത്താവ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു. അതായത് ഇത് ശരിയല്ലാത്തത് നമുക്കറിയാം. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ പ്രവർത്തിച്ചു എന്നുള്ള പ്രസ്താവന തെറ്റാണ്. അപ്പോൾ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് അബ്ദുൽ ഖാദർ മൗലവിയാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹിക പരിഷ്കർത്താവാണ്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അഖില തിരുവിതാംകൂർ മഹാജനസഭയുടെ സ്ഥാപകനാണ് അദ്ദേഹം. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകളാണ് മുസ്ലിം. 1906 മുസ്ലിം എന്ന മാസിക പ്രസിദ്ധീകരിച്ചു. അൽ ഇസ്ലാം 1918. 1931 ദീപിക പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1906 മുസ്ലിം എന്നുള്ള മാസികയും 1918 അൽ ഇസ്ലാം എന്ന മാസികയും 1931 ദീപികയും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചത് ആരായിരുന്നു? ഡോക്ടർ ജമാൽ മുഹമ്മദാണ്. ഇത് ചോദിച്ച ചോദ്യമാണ്. സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചത് ആര്? ഡോക്ടർ ജമാൽ മുഹമ്മദ്. അൽ അമീൻ പത്രം 1924 സ്ഥാപിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാനാണ്. അൽ അമീൻ പത്രം 1924 സ്ഥാപിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാനാണ്. അൽ അമീൻ പത്രം 1924 ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാനാണ്. മിതവാദി പത്രം 1907 സ്ഥാപിച്ചത് മൂർക്കോത്ത് കുമാരനാണ്. മിതവാദി പത്രം മൂർക്കോത്ത് കുമാരൻ. സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചത് ഡോക്ടർ ജമാൽ മുഹമ്മദ്. ദ ഉസ് സ്വഹാബ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ദ ഉസ് സ്വഹാബ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എഴുതിയത് അദ്ദേഹമാണ്. ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എഴുതിയത് വക്കം അബ്ദുൽ ഖാദർ മൗലവി.
ഖുർആൻ ആദ്യമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ പ്രസിദ്ധീകരണം ദീപികയാണ്. ഖുർആൻ ആദ്യമായി മലയാളത്തിൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചത് ദീപികയിലാണ്. ഞാനൊരു കച്ചവടക്കാരനല്ല. ഒരു പത്രം തുടങ്ങിയതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് സാമൂഹിക സേവനവും രാജ്യസേവനവുമാണ്. എൻ്റെ പരമമായ ലക്ഷ്യം ധനമല്ല. ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ്. എനിക്ക് അത്രയേ വേണ്ടൂ എന്ന് പറഞ്ഞത് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഞാനൊരു കച്ചവടക്കാരനല്ല. ഒരു പത്രം തുടങ്ങിയതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് സാമൂഹിക സേവനവും രാജ്യസേവനവുമാണ്. എൻ്റെ പരമമായ ലക്ഷ്യം ധനമല്ല. ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ്. എനിക്ക് അത്രയേ വേണ്ടൂ എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന് പ്രസ്താവിച്ചതും അദ്ദേഹമാണ്. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണമെന്ന് അഭിപ്രായപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണമെന്ന് അഭിപ്രായപ്പെട്ടത് മൗലവിയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന രാമകൃഷ്ണപിള്ളയുടെ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന രാമകൃഷ്ണപിള്ളയുടെ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ തൂലികാനാമം കേരളനാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പത്രാധിപനായിരുന്ന പത്രമാണ് കേരള ദർപ്പണം. അപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പത്രാധിപനായിരുന്ന പത്രമാണ് കേരള ദർപ്പണം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ തൂലികാനാമം കേരളനാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യന് പുരോഗതി സാധ്യമാകൂ എന്ന് പ്രഖ്യാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യന് പുരോഗതി സാധ്യമാകൂ എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനായിരുന്നു വക്കം മൗലവി. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗമാണ് വിദ്യാഭ്യാസം എന്ന് പ്രഖ്യാപിച്ചതും അദ്ദേഹമാണ്. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞതും അദ്ദേഹമാണ്. ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തെക്കുറിച്ച് നോക്കാം. പത്രം ആരംഭിച്ചത് അഞ്ചുതെങ്ങിലാണ്. 1905 ജനുവരി 19 അഞ്ചുതെങ്ങിലാണ് ആരംഭിച്ചത്. 1906 വക്കത്തേക്ക് മാറ്റി. 1905 ജനുവരി 19 അഞ്ചുതെങ്ങിൽ പത്രം ആരംഭിച്ചു. സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1907 തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചത് 7 അപ്പോൾ 5 അഞ്ചുതെങ്ങിൽ ആരംഭിച്ചു, 6 വക്കത്തേക്ക് മാറ്റി, 7 തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചു. ഈ പത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്ററായിരുന്നു CP ഗോവിന്ദപിള്ള. രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായത് 1906 രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായ വർഷം 1906, അതായത് വക്കത്തേക്ക് മാറ്റിയ വർഷം. സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ചു 1910. 1910 സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ചു. അതായത് തിരുവിതാംകൂർ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും കുറിച്ച് വെളിച്ചത്ത് കൊണ്ടുവന്നതിൻ്റെ പേരിലായിരുന്നു സ്വദേശാഭിമാനി പത്രത്തെ 1910 നിരോധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭയകൗടില്യ ലോപങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുഖ്യ കുറിപ്പോടു കൂടിയായിരുന്നു പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഭയകൗടില്യ ലോപങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുഖ്യക്കുറിപ്പോടുകൂടി തിരുവിതാംകൂർ സർക്കാരിൻ്റെ രാജവാഴ്ചയെയും അഴിമതികളെയും അനീതികളെയും സ്വദേശാഭിമാനി പത്രം വെളിച്ചത്ത് കൊണ്ടുവന്നു. ഇതിൻ്റെ പേരിലായിരുന്നു പത്രം കണ്ടുകെട്ടിയിരുന്നത്. ഇത്രയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് പറയാനുള്ളത്. ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.